ബോംബെയിലേക്ക് എന്തിനാ പോയതെന്ന് ചോദിച്ചു. ബോംബെയിലേക്ക് പോകണേന് എന്തിനാ? ഇത് തിരികേശമാണെന്ന് ഇയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ബോംബെയിലേക്ക് പോയാൽ അതിനെ ആശീർവദിക്കല്ലേ വേണ്ടത്? അവിടെ ഉള്ളതും തിരികേശം തന്നെയല്ലേ. അപ്പൊ ആദ്യത് വിശ്വസിക്കാത്ത ആളാരാ? അത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. അതോ ഒന്നാമത്തെ പൊന്മളെ? അത് രണ്ടും ഏതാ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത്രേ ഉള്ളൂ. അത് വെറുതെ പറയുന്നല്ല. ഈ 4.5 മണിക്കൂറിൽ ജിഷാൻ ഒരു കർശനമായ ചോദ്യം ചോദിക്കുന്നുണ്ട്. പേരോടിനോട് ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട്, മർക്കസിലുള്ള കേശം നിബിതങ്ങളുടേതാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? എന്താ പറയേണ്ടത്? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മറുപടി എന്തായിരിക്കും? അതേതല്ലേ പറയേണ്ടത്? ആണെന്ന് പറയണ്ടേ? കാരണം പറയുന്നത് ആരാ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയല്ലേ. അയാൾ പറഞ്ഞു അല്ലാന്ന് ഞാൻ പറയില്ല. മനസ്സിലായില്ല? അല്ലാന്ന് ഞാൻ പറയില്ല. അപ്പൊ ഇവനല്ല ആള് വളഞ്ഞ സാധനമാണല്ലോ. ഓന്റെ അടുത്ത് വരും, അംഗീകരിക്കുന്നുണ്ടോ? അതാണ് നിങ്ങൾക്ക് വാദമുണ്ടോ? ആണെന്ന് വാദം പറയുന്നില്ല. അവസാനം മുമ്പ് പറഞ്ഞു ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ ആദരിക്കുന്നു പറഞ്ഞാണ് പോയി. വാലിന്റെ കൊടുത്ത മുടി നിസ്രുബലസിനിമ തങ്ങളുടെ ഷെയർ മുബാർക്കം പേരോട് വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഷെയർ മുബാർക്കല്ലാന്ന് പറഞ്ഞില്ല. അല്ലാന്ന് പറയില്ല അല്ലേ? അപ്പൊ അംഗീകരിക്കുന്നുണ്ട്. അംഗീകരിക്കുന്നു തള്ളുന്നുണ്ടല്ല. അത് തൽക്കാലം ഇപ്പൊ കഴിച്ചിലാൻ വേണ്ടി പറയാം. പറഞ്ഞത് ഇല്ല, ഞാൻ പറയില്ല. ഞാൻ അത് നക്സൽവാദികളുടെ മുടി അല്ല എന്ന് ഞാൻ ആണെന്ന് പറയാം. അത് നക്സൽവാദികളുടെ മുടി ആരും ആയില്ലെങ്കിലും നിങ്ങളറിയണം. ഞാൻ പറയുന്നത് ഈ വിവാദം മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ പണിയൊക്കെ ചെയ്താൽ പിന്നെ അതിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ആളുകളെ കിട്ടുമോ? അവിടെയാണ് ഇതിന്റെ സംഭവം ഇരിക്കുന്നത്. ഇതെല്ലാം ഉണ്ടാക്കിയതാണ്. ഓരോന്ന് പറഞ്ഞാൽ ആക്കോട് പരിപാടിയും അതേപോലെ എല്ലാം ഉണ്ടാക്കി ചെയ്യിപ്പിച്ച് സമൂഹത്തെ കൊണ്ട് അത് ആദരിപ്പിച്ച് പിന്നെ അവർക്ക് സംഘടന ആവശ്യം കഴിഞ്ഞു എന്ന് കണ്ടാൽ അത് വലിച്ചെറിഞ്ഞിട്ട് എന്തിനാണ് അത് ചെയ്തത്? സംഘടന പറഞ്ഞിരുന്നോ? സംഘടന ഇപ്പം എല്ലാം പറയാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു മുസാഫ് നിലത്ത് വീണാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി? അടുത്ത മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിക്കല എടുത്തേക്കണമെന്ന്. അല്ല, ഇത് തിരികേശമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അത് വാങ്ങുന്നതിന് എന്താ കുഴപ്പം? അപ്പൊ മൂപ്പർക്ക് വിശ്വാസമില്ല. എന്നിട്ട് ലാസ്റ്റ് പൂനൂരിൽ വന്ന വാദങ്ങൾ കേട്ടില്ലേ? ബറക്കത്തുള്ള വസ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് പറഞ്ഞൊരാൾ തന്നാൽ ആ തരുന്ന വ്യക്തി ഒരു മഹാനല്ലെങ്കിൽ പോലും അത് ബറക്കത്തിന് വേണ്ടി അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് മുൻഗാമികൾക്കുള്ളത് എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ ഇബാറത്ത് വായിച്ച് ഞാൻ എന്റെ വാക്ക് നിർത്തട്ടെ. أو بالخشبة أو بالشيء الذي لعل قيمته لا تكون إلا درهما أو نحوه فيقول إن هذا كان للنبي صلى الله عليه وسلم. എന്താ പറഞ്ഞതെന്നറിയോ? ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നയാകാശ് വിലക്കില്ലാത്ത അല്ലെങ്കിൽ ഒരു റുപ്പിക മാത്രം വിലക്ക് വരുന്ന വസ്തു ഒരാളെന്റെ കയ്യിൽ കൊണ്ടെത്തരുന്നു. ആ കൊണ്ടെത്തരുന്ന വ്യക്തി നിങ്ങൾ മനസ്സിലാക്കണം, أو قد وضع يده عليه أو شرب فيه أو مسه وما هو عندي بثقة ولا دليل على صدق الرجل. എന്നെ സംബന്ധിച്ചിടത്തോളം തരുന്നവൻ വിശ്വസ്തനല്ലാഞ്ഞിട്ട് പോലും, അയാൾ സത്യമേ പറയുന്നേ കുറപ്പില്ലാഞ്ഞിട്ട് പോലും ഒരു റുപ്പിയക്കില്ലാത്ത സാധനം 1000 സ്വർണ്ണ നാണയം കൊടുത്ത് ഞാൻ വാങ്ങാറുണ്ട്. അതിൽ കൂടുതലും കുറച്ചും കൊടുത്ത് വാങ്ങാറുണ്ട്. എന്നിട്ട് ഞാൻ എന്റെ മുഖത്തും കണ്ണിനും വെക്കാറുണ്ട്. ഞാൻ അതിലേക്ക് നോക്കി ബറക്കത്തെടുക്കാറുണ്ട്. ഏത് ഫാസിക്ക് തന്നാലും അത് വാങ്ങി വെക്കണം. ആര് പറഞ്ഞാലും വാങ്ങി വെക്കണം. എങ്ങനെ വാങ്ങി വെക്കാതിരിക്കും? അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പരെന്നെ പറയാണ്, ജിഷാൻ അവിടുന്ന് കൊണ്ടുവന്നപ്പോ ഞാൻ വാങ്ങി വെച്ചിട്ടില്ല. അപ്പൊ അതെന്താ സംഭവം? ജിഷാൻ പറഞ്ഞു ഞാൻ എവിടുന്നാ കൊണ്ടുവന്നത്, ഞാൻ വാങ്ങി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വാങ്ങി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അയാൾ പുതിയൊരു മറുപടി. എന്താ? ഈ പറഞ്ഞ ആളുണ്ടല്ലോ, പറഞ്ഞ ആളാരത്? ജിഷാൻ. ഈ പറഞ്ഞ ആൾക്ക് ഇത് തിരികേശാന്ന് വിശ്വാസമില്ല, അതുകൊണ്ടാണ് ഞാൻ വാങ്ങി വെക്കാത്തത്. പറഞ്ഞാക്കുണ്ടാവണമെന്നുണ്ടോ? ഈ കേൾക്കണ വ്യക്തിക്കുണ്ടായ പോരെ വാങ്ങി വെക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഒരു കണാരൻ അല്ലെങ്കിൽ ഒരു യുക്തിവാദി ഒരു മുസാഫുമായിട്ട് വന്നു, അയാൾക്കത് ഖുർആനാണെന്നൊന്നും വിശ്വാസമൊന്നുമില്ല. അയാൾ നമ്മളോട് പറയാൻ നിങ്ങളുടെ ഖുർആനല്ലേ
നിങ്ങൾ എടുത്തു വെച്ചോന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്ന നിനക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങൂലെന്നറിയില്ല. അങ്ങനെയുണ്ടോ? അപ്പൊ ഈ പൊട്ടത്തരം പറഞ്ഞ് സമൂഹത്തെ, അതങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ, സക്കരിയയുടെ ഭാഷ തന്നെ അതിനേറ്റവും നല്ലത്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ വിഷയത്തിൽ ഇതിന്റെ ഒന്നാം പ്രതി ആരാന്ന് ചോദിച്ചാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. കാരണം മുമ്പ് പറഞ്ഞിട്ട് ആലോചിക്കപ്പോ എന്താ പറഞ്ഞത്, അതാണ് അതിന്റെ പ്രശ്നം. അതെല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഓരോന്നങ്ങോട്ട് 10 കൊടുക്കും, പിന്നെ ആളുകൾ ചോദിക്കുമ്പോ അത് ഞാനൊന്ന് വിളിച്ചു. അതുകൊണ്ടാണല്ലോ പിന്നെ നമ്മളെ തുർക്കിയും മനസ്സിലാവാതെ പോയത്. പല വിഷയം കൊണ്ട് ഞാൻ ഇതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ കൃത്യമായി പറയുന്നു, ഈ വിഷയത്തിൽ പിന്നെ വിശ്വസിക്കാൻ പറ്റിയ ആൾക്ക് കിട്ടിയാൽ വിശ്വസിക്കാന്നാണല്ലോ പറഞ്ഞത്. വിശ്വസിക്കാൻ പറ്റിയ ആൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ സംഗതി കഴിഞ്ഞ്. കാരണം എന്താണ്, ഇപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞല്ലോ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അങ്ങേക്കൊന്നും സംഭവിക്കൂല എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങേക്കൊന്നും സംഭവിക്കൂല എന്ന് പറയുമ്പോ തന്നെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ധ്വനി അതിലുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ നോക്ക്, ഇപ്പോ കളവുകളുടെയും അതുപോലെ പല രൂപത്തിലുള്ള നുണകൾ മാത്രം പറഞ്ഞ് പരിചയമുണ്ട് എന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഗതി. മൂപ്പര് വന്ന് പറയുമ്പോ പിന്നെ നമ്മളതിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ, ഒരു SKSകാരൻ അത് വെച്ച് അത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോ പിന്നെ ഇവരെ കുറ്റം പറയാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ഒരു ദിവസം ഈ വിവാദം നടന്നതിന് ശേഷം എന്നോട് പറഞ്ഞു, ഒരു ദിവസം രാമന്തലിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഹസൻ സഖാഫിക്കറിയാം കാന്തപുരവും രാമന്തളിയും തമ്മിലുള്ള ബന്ധം എന്താണ്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അന്ന് ഇപ്പൊ പുതിയ ഒരാളെ പറഞ്ഞു, നൂറിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, കുറ്റിപ്പുറം അറിയില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് വളരെ വിശദമായി നമ്മൾ പഠനം നടത്തുമ്പോ സമസ്തയുടെ നിലപാടിലേക്ക് ആളുകൾ എത്തിപ്പോവുകയാണ്.